ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് കുഴിമന്തി ആണ്. എങ്ങനെയാണ് നമുക്ക് കുഴിമന്തി ഉണ്ടാക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് വീഡിയോയിൽ കൂടി കാണാം. വരൂ. മന്തി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇവിടെ 2 കിലോ അരിയാണ് എടുത്തിരിക്കുന്നത്. ബസുമതി വെള്ള അരിയാണ് എടുത്തിരിക്കുന്നത്. അതാണ് ഏറ്റവും നല്ലത്. അത് നമുക്ക് ഒന്ന് വൃത്തിയായിട്ട് കഴുകി ഒന്ന് കുതിരാൻ വയ്ക്കാം. അതൊരു 3 പ്രാവശ്യം നല്ലവണ്ണം കഴുകിയ ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ 2 മണിക്കൂറോളം അത് സോക്ക് ചെയ്യാൻ വെക്കുന്നതാണ്. അതിനുശേഷം നമുക്ക് ഇറച്ചി ഒന്ന് റെഡിയാക്കിയെടുക്കാം. കോഴിയിറച്ചിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 1 കുടം വെളുത്തുള്ളി പൊളിച്ചത്, 6 പച്ചമുളക്, 2 ചെറിയ കഷ്ണം ഇഞ്ചി എന്നിവ അരിഞ്ഞത് നമുക്ക് മിക്സിക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചതച്ചെടുക്കണം. അത് ഒന്ന് നമുക്ക് ചതച്ച ശേഷം ആ കോഴി ഇറച്ചിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ പരുവത്തിന് മതി ചതച്ചത്, അരയാൻ പാടില്ല. അത് ജസ്റ്റ് ഒന്ന് ചതഞ്ഞാൽ മാത്രം മതി. അതാണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. കാശ്മീരി മുളക് പൊടി ഒരു 2 സ്പൂണ് ഇട്ട് കൊടുക്കാം. വീട്ടിൽ പൊടിച്ച മസാല ഒരു 2 സ്പൂൺ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു 1.5 ടീസ്പൂൺ. കൂടാതെ കുരുമുളക് പൊടി ഒരു 3 സ്പൂൺ. മാഗി ക്യൂബ് ഒരെണ്ണമാണ് ഇവിടെ പൊടിച്ച് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് മല്ലിയില. ഒരു 4 സ്പൂൺ സൺഫ്ലവർ ഓയിൽ എന്നിവ ഒഴിച്ച് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇത് മിക്സ് ചെയ്തൊരു 2 മണിക്കൂറേലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതുകൂടാതെ ചെറിയ ജീരകം പൊടിച്ചത് ഒരു 2 സ്പൂണും കൂടി ഇട്ട് കൊടുക്കുന്നു. കൂടാതെ 1 സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് വീണ്ടും ഒന്നുകൂടെ നല്ലവണ്ണം അത് ഇളക്കി യോജിപ്പിച്ച് വയ്ക്കുകയാണ്. ഈ 2 മണിക്കൂർ നമുക്ക് അടച്ച് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി മന്തി ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു ചരുവം അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഊറ്റിയെടുക്കുന്നത് കൊണ്ട് വെള്ളത്തിന് കൃത്യമായ കണക്കില്ല, കൂടിയാലും കുഴപ്പമില്ല. അതിലോട്ട് ആവശ്യമായ സ്പൈസസ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഉണക്ക നാരങ്ങ 2 എണ്ണം, മല്ലി 1 സ്പൂണ്, കറുകപ്പട്ട, ഗ്രാമ്പു, പെരിഞ്ജീരകം 1 സ്പൂണ്, കുരുമുളക് 1 സ്പൂണ്, 2 ബേ ലീഫും 5 ഏലക്കയും, സ്റ്റാർ 2 എണ്ണം എന്നിവ നമുക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പൂടെ ഇട്ട് കൊടുക്കാം. ചോറ് വേവാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ്. ഒരു 2 സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഇട്ട് കൊടുക്കാം. അത് നല്ലവണ്ണം തിളച്ച ശേഷം വേണം നമുക്ക് അരി ഇട്ട് കൊടുക്കാൻ. 2 കിലോ അരി ഉപയോഗിച്ചാണ് ഇവിടെ നമ്മൾ മന്തി ഉണ്ടാക്കുന്നത്. ആ ഉണക്കനാരങ്ങ ഇട്ട് കൊടുക്കുമ്പോഴാണ് ആ മന്തിയുടെ ആ ടേസ്റ്റ് വരുന്നത്. കൂടാതെ മല്ലി, പൊടിക്കാത്ത മല്ലി 1 സ്പൂൺ മല്ലിയും കൂടി ഇട്ട് കൊടുക്കുന്നു. അരി നമുക്ക് ഇനിയും ഊറ്റിയെടുക്കാം. 2 മണിക്കൂറായി നമ്മൾ അരി വെച്ചിട്ട്. മന്തി ഉണ്ടാക്കാൻ ആവശ്യമായ വെള്ളം തിളച്ചിരിക്കുന്നു. വെള്ളം തിളച്ച് കഴിഞ്ഞ ശേഷം വേണം നമുക്ക് അരി ഇട്ട് കൊടുക്കാൻ. 2 മണിക്കൂർ കുതിരാൻ വെച്ച അരിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. എന്നാലേ ചോറിന് അതിൻ്റെ ഒരു മയം ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ടാണ് അത് കുതിരാൻ വയ്ക്കുന്നത്. വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ലാതെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു മന്തിയാണിത്.
കുഴിമന്തി ബിരിയാണിയുടെ അത്രയും ബുദ്ധിമുട്ടും പ്രയാസമൊന്നുമില്ല. വളരെ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റാവുന്നതാണ്. ചോറ് തിളച്ച് കഴിഞ്ഞു. സോക്കിയത് അരി അടപ്പത്തിട്ട് കഴിഞ്ഞാൽ ഒരു 15-20 മിനിറ്റിനകം അരി വേവുന്നതായിരിക്കും. എല്ലാവരും ഈ കുഴിമന്തി ഉണ്ടാക്കി നോക്കണേ. വളരെ രുചികരമായ ഒരു ഐറ്റം തന്നെയാണ് കുഴിമന്തി. ചോറ് വെന്തിരിക്കുന്നു. ഒരു 1/4 ഭാഗം വേവാകുമ്പോൾ നമുക്ക് ഊറ്റിയെടുക്കാം. മുഴുവനായിട്ടും വെന്ത് പോകരുത്, ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ദം ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് 75% വേവാകുമ്പോഴത്തേക്ക് നമുക്കത് ഊറ്റിയെടുക്കാവുന്നതാണ്. 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച കോഴിയിറച്ചി നമ്മൾ ഇനിയും എടുത്ത് ഒന്നും കൂടി നല്ലവണ്ണം ഇളക്കി എടുക്കുകയാണ്. റെസ്റ്റ് ചെയ്യാൻ ഫ്രിഡ്ജിൽ വെച്ചാൽ വളരെ പെട്ടെന്ന് അത് റെഡിയാകുന്നതായിരിക്കും. അതിൻ്റെ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനായിട്ടൊരു ചരുവം നമ്മൾ അടുപ്പിലോട്ട് വെച്ച ശേഷം ആ കോഴിയുടെ പീസുകൾ ആ ചരുവത്തിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അതൊരു പകുതി വേവ് മതി. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. പ്രത്യേകിച്ച് എണ്ണയൊന്നും ഒഴിക്കേണ്ട. നമ്മളൊരു 2 സ്പൂൺ സൺഫ്ലവർ ഓയിൽ നേരത്തെ ഒഴിച്ചു കൊടുത്തായിരുന്നു. അതുകൊണ്ട് വേറെ എണ്ണയുടെ ആവശ്യമൊന്നുമില്ല. നമ്മൾ തിരിച്ചിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഏതാണ്ട് ഈ ഒരു പരുവാകുമ്പം നമുക്ക് ചോറിട്ട് കൊടുക്കാം. മൂത്ത് പോകരുത്, എന്നാൽ പച്ചയായിരിക്കരുത്. ഇനി നമുക്ക് കോരി വെച്ച ആ ചോറ് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. നമ്മുടെ വെറൈറ്റിയായ കുഴിമന്തി എല്ലാവരും ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങളൊക്കെ പറയണേ. വീഡിയോയൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതിനെയാണ് കുഴിമന്തിയുടെ ഒരു വെറൈറ്റി എന്ന് പറയുന്നത്. ഒരു തീക്കനൽ എടുത്ത് നമ്മളൊരു പാത്രത്തിൻ്റെ അകത്തെടുത്ത് ആ ചോറിൻ്റെ നടുക്കായിട്ട് വെച്ചിരിക്കുകയാണ്. കൂടാതെ നമുക്ക് പച്ചമുളക് ആ ചോറിൽ കുത്തി കൊടുക്കാം. നമുക്ക് ദം ചെയ്യാൻ ആവശ്യമായി മൈദ കുഴച്ച് ആ പാത്രത്തിൻ്റെ സൈഡിലോട്ട് വെച്ച് കൊടുക്കാം. ആവി പോകാതിരിക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഒരു 2 സ്പൂൺ സൺഫ്ലവർ ഓയിൽ ആ കനലിൻ്റെ അകത്തോട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്ത് നമുക്ക് അടപ്പ് അടയ്ക്കാം. അപ്പോൾ ആ പുകമണം ആ ചോറിൻ്റെ അകത്താകെ വ്യാപിക്കുന്നതായിരിക്കും. അതോടുകൂടി നമ്മുടെ കുഴിമന്തി ഇവിടെ റെഡിയാവും. അങ്ങനെ ഒരു 10 മിനിറ്റ് വെച്ച ശേഷം നമുക്ക് അത് പൊട്ടിക്കാം. ഒരു കളറിനായിട്ട് നമ്മൾ കൃത്രിമമൊന്നും ഉപയോഗിക്കുന്നില്ല. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് മിക്സ് ചെയ്ത് അതിൻ്റെ പുറത്തോട്ട് ഒഴിക്കുന്നു. വീണ്ടും നമ്മളൊരു 2 മിനിറ്റും കൂടി അടച്ചു വെച്ച ശേഷം നമ്മളത് തുറന്ന് എടുക്കുകയാണ്. ആദ്യമായിട്ട് നമുക്ക് ആ കനൽ അതിൻ്റെ മണ്ടയ്ക്കൊന്ന് മാറ്റി വയ്ക്കാം. ചോറ് നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് ഒന്ന് കോരി മാറ്റാം. നമ്മുടെ പീസെല്ലാം അതിൻ്റെ അടിയിലാണ് കിടക്കുന്നത്. നല്ല സോഫ്റ്റായിട്ടുള്ള ചോറാണ്, കറക്റ്റ് വേവാണ്.
അങ്ങനെ നമ്മുടെ ചിക്കൻ പീസെല്ലാം നല്ല റെഡിയായിട്ട് വെന്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള കുഴിമന്തി. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ, വിവരങ്ങളൊക്കെ അറിയിക്കണേ. വീഡിയോ കണ്ടതിനായിട്ട് എല്ലാവർക്കും വളരെ നന്ദി.